ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പനീർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ആകെ മടി പിടിച്ചിരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പനീർ നമ്മുടെ കണ്ണിൽ പെട്ടത്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. സെയിം പനീർ ബട്ടർ മസാലയ്ക്ക് നമ്മൾ നെയ്യുടെ പകരം ബട്ടറാണ് യൂസ് ചെയ്യണത്. ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒരു 3 പീസ് പട്ടയും കുറച്ച് പെരിഞ്ചീരകം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ അരയ്ക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചെറുതായിട്ട് നൈസായിട്ട് അരയണം എന്നൊന്നുമില്ല. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഗോൾഡൻ കളർ ആവണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പനീറിൻ്റെ റെസിപ്പി എല്ലാവരും വിചാരിക്കുന്നത് കൂടുതൽ സമയം എടുക്കുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ്. പക്ഷേ ഈസിയാണ് കേട്ടോ. എന്നിട്ട് തക്കാളി, മല്ലിയില, കുറച്ച് കാഷ്നട്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം അത് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് അനുവദിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പനീർ എടുക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ വീട്ടിലുണ്ടാക്കിയത് അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ മലായ് പനീറാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ലോക്കൽ പനീറിലൊക്കെ ഒരു പുളിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കറിയിലേക്കും കൂടി ഇറങ്ങി വരും. അതുകൊണ്ടാണ് അത് വാങ്ങിക്കേണ്ടതെന്ന് പറയാനുള്ള റീസൺ. തണുത്തതിന് ശേഷം ഈ മസാല നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യും ഓയിലും ചേർത്ത് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് പട്ടയും ഏലക്കയും, 1 ഏലക്ക മതി കേട്ടോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ കുറച്ച് പൊട്ടിത്തെറികളൊക്കെ സംഭവിച്ചു കേട്ടോ. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, 1/2 ഗ്ലാസ് പാല്. നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ പകരമാണ് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഗ്ലേസി ആയിട്ടുള്ളൊരു ലുക്ക് നമ്മളുടെ ഈ ഗ്രേവിക്ക് കൊണ്ടുവരും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഉണ്ടയിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുക, ഇതിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പനീർ മസാല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുള്ള ആ ഗ്ലേസി ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.